വരൂ ഈ കൂട്ടരെ അറിയാം. നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യം പേറുന്ന ഗൗഡസാരസ്വതർ. പുണ്യനദിയായ സരസ്വതിയുടെ തീരദേശങ്ങളിൽ വസിച്ചിരുന്ന ആര്യന്മാരായിരുന്നു പൂർവ്വസൂരികൾ. ആത്മീയ ഗുരുവായ സാരസ്വതി മുനിയിൽ നിന്ന് സാരസ്വത ബ്രാഹ്മണർ എന്ന സംജ്ഞ സ്വീകരിച്ചവരാണ് ഗോമന്തക ദേശത്ത് താമസിച്ചിരുന്നത്. ഇന്നത്തെ ഗോവയിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള ഗ്രാമങ്ങളിലുമായാണ് സാരസ്വതർ 5 ഗോത്രങ്ങളായി അന്ന് വസിച്ചിരുന്നത്. ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ ബ്രാഹ്മണരിൽ നിന്ന് വേറിട്ട് വിന്ധ്യന് വടക്ക് ഗൗഡദേശത്തു നിന്ന് വന്ന പൂർവ്വസൂരികൾ ഗൗഡ ബ്രാഹ്മണരായി അറിയപ്പെട്ടിരുന്നു. ഗോവയിൽ പോർട്ടുഗീസ് ആധിപത്യം ഭരണം കൈയാളി തുടങ്ങിയതോടെ വൻതോതിൽ മതപരിവർത്തനങ്ങൾക്കായി കൽപ്പനകൾ പുറപ്പെടുവിച്ചു. ഗൗഡസാരസ്വതരുടെ പരശതം ക്ഷേത്രങ്ങൾ ആക്രമിച്ച് പള്ളികൾ പണിതു. ക്രിസ്തുവർഷം 1560 ക്രിസ്തുമതത്തിൽ ചേരുവാൻ വിസമ്മതിച്ച ഗൗഡസാരസ്വത കുടുംബങ്ങൾ കൂട്ടപലായനത്തിന് നിർബന്ധിതരായി. ദക്ഷിണ ഭാരതമായിരുന്നു അവർ ആശ്രയിച്ചത്. വാണിജ്യ ചാതുര്യമുണ്ടായിരുന്ന ഗൗഡസാരസ്വത വ്യാപാരികൾ 13ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കൊച്ചി രാജ്യത്ത് എത്തിയിരുന്നുവെന്നും രാജാവിന്റെ പ്രീതിയിൽ കൊങ്കണ മഹാജനം എന്ന പേരിൽ ഒരു സമുദായമായി കൊച്ചി ദേശത്ത് പാർപ്പുറപ്പിച്ചിരുന്നുവെന്നും ചരിത്രം പറയുന്നു. കൊച്ചി രാജാവ് കേശവരാമവർമ്മയുടെ സഹായത്തോടെ 1565 ചെർളായി ദേശത്ത് ഗൗഡസാരസ്വത ക്ഷേത്രം നിർമ്മിച്ചു. 1600 കൊച്ചി കേന്ദ്രമാക്കി തിരുമല ക്ഷേത്രം പണിത് ആരാധന തുടങ്ങി. 1627 കൊച്ചി രാജാവ് വീരകേരളവർമ്മ കൽപ്പിച്ചുത്തരവായ തിട്ടൂരത്തിൽ ഗോശ്രീപുരം എന്ന സങ്കേതം ആരംഭിച്ചു. ഡച്ചുകാരുടെ വരവോടെ വാണിജ്യ മേഖലയിൽ അഭിവൃദ്ധി പ്രാപിച്ച ഗൗഡസാരസ്വത വ്യാപാരികൾ ഇതര അയൽ ദേശങ്ങളിലേക്കും തങ്ങളുടെ തൊഴിൽ മേഖല വ്യാപിപ്പിച്ചു. പിന്നാലെ കൊച്ചി രാജ്യത്തിലെ ഭരണകാര്യങ്ങളിൽ പോർട്ടുഗീസ് കമ്പനി കടന്നുകയറിയത് കൊങ്കണ വ്യാപാരികൾക്ക് അലോസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. 1751 കാലഘട്ടത്തിൽ അധികാരത്തിൽ വന്ന രാമവർമ്മ രാജ എന്ന ശക്തൻ തമ്പുരാൻ അത്ര നല്ല സമീപനമല്ല ഈ വണിക വിഭാഗത്തോട് സ്വീകരിച്ചത്. കൊച്ചിയിൽ നിന്ന് തിരുവിതാംകൂറിലേക്കുള്ള പ്രയാണം അനിവാര്യതയായി. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണകാലം. അതിസമർത്ഥനായ ദിവാൻ രാജാ കേശവദാസന്റെ ഭരണവൈദഗ്ധ്യം കൊണ്ട് തിരുവിതാംകൂറിനെ ഏറെ പുഷ്കലമാക്കിയിരുന്നു. തന്നിൽ സഹായം അഭ്യർത്ഥിച്ചെത്തിയ ഗൗഡസാരസ്വതരെ ഉചിതമായി അംഗീകരിച്ച് ഗതകാല വാണിജ്യ നഗരമായിരുന്ന ആലപ്പുഴയിൽ വാണിജ്യ കനാലിന്റെ ഓരത്ത് ക്ഷേത്ര നിർമ്മിതിക്കും പരിപാലനത്തിനാവശ്യമായ സേവകരുടെ നിവാസത്തിനും സ്ഥലം അനുവദിക്കപ്പെട്ടു. അഗ്രശാല കെട്ടി ഉപാസനമൂർത്തിയായി തിരുമലദേവന്റെ പ്രതിഷ്ഠ നടന്നത് ഗൗഡസാരസ്വതരുടെ ഭവന നിവാസ മേഖലയ്ക്കും ആലപ്പുഴയിൽ തുടക്കമായി. പഴയ തിരുമല ക്ഷേത്രമെന്ന ഖ്യാതിയിൽ ചൈതന്യധന്യമായി കനാലിന്റെ അക്കരെയുള്ള ക്ഷേത്രം ഇന്ന് നിലകൊള്ളുന്നു. ആസൂത്രിത പട്ടണമായ ആലപ്പുഴ ബഹുസ്വരതയുടെ ഭൂമികയാണ്. വാണിജ്യ മേഖല ഉന്നമിട്ട് നഗരത്തിൽ ചേക്കേറിയ ഗുജറാത്തി ജൈന വിഭാഗക്കാരുടെ ശ്വേതാംബര ക്ഷേത്രം, ദ്രാവിഡ വാസ്തുശില്പ ശൈലിയിൽ നിർമ്മിച്ച അലങ്കാര ഗോപുരമുള്ള കിടങ്ങാമ്പറമ്പ് ഭുവനേശ്വരി ക്ഷേത്രം, ചരിത്രധന്യതയുള്ള മുല്ലക്കൽ വനദുർഗാ ക്ഷേത്രം, 1852 കാലഘട്ടത്തിൽ പിറവികൊണ്ട ലക്ഷ്മി സമേത നരസിംഹമൂർത്തി ക്ഷേത്രം എന്നിവ ആധ്യാത്മികതയുടെ ഈടിരിപ്പുകളായി നിലകൊള്ളുകയാണ്. അഖണ്ഡനാരായണപുരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ദേശത്ത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ഉത്തരം തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് 1852 നിർമ്മാണ പിന്തുണയോടെ രൂപം കൊണ്ട മഹാക്ഷേത്രമാണ് അനന്തനാരായണപുരത്ത് നിലകൊള്ളുന്നത്.
തികഞ്ഞ ഭക്തനായിരുന്ന ദിവാൻ കൃഷ്ണറാവു ക്ഷേത്ര നിർമ്മിതി ഘട്ടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. 1852 ജൂൺ മാസം 2-ാം തീയതി, അതായത് കൊല്ലവർഷം 1027 ഇടവമാസം 22 അനിഴനാളിൽ പ്രതിഷ്ഠ നടന്നു. വാസ്തുവിദ്യയുടെ ചാരുതയും ഒപ്പം ചേർന്ന് നിലനിൽക്കുന്ന ഗാംഭീര്യവും അലങ്കാര ഗോപുരത്തിന്റെ മുഖമുദ്രയാണ്. ഉത്തരമേലാപ്പ് ഭാഗത്ത് കൊത്തിയിരിക്കുന്ന ശ്രീ നരസിംഹമൂർത്തി രൂപവും അകമുഖഭാഗത്ത് പരിലസിക്കുന്ന അനന്തശയനവും 1955 മുതൽ 7 പതിറ്റാണ്ടുകൾ പിന്നിട്ട് മാനത്ത് കൗതുകം പകർന്ന് നിലകൊള്ളുകയാണ്. നരസിംഹമൂർത്തി ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഗാംഭീര്യം നിറഞ്ഞു നിൽക്കുന്ന 20 വട്ടത്തൂണുകളിൽ ഉയർന്ന ആനക്കൊട്ടിൽ തച്ചുശാസ്ത്രകലയുടെ അനന്ത സാധ്യതയാണ് പകരുന്നത്. ക്ഷേത്രനടയിലെ കമ്പവിളക്ക് വിശേഷാൽ ദിവസങ്ങളിൽ 1008 തിരികളുമായി ദീപക്കാഴ്ച ഒരുക്കാറുണ്ട്. വൈവിധ്യമാർന്ന പൂജാവിധികൾക്കായി തലമുറകളിലൂടെ പകർന്നു കിട്ടിയ ദേവവാഹനങ്ങൾ കിഴക്കേ ഗോപുരത്തിലെ ചില്ലിട്ട മണ്ഡപത്തിൽ സംരക്ഷിക്കപ്പെടുന്നു. ഹനുമൽ സ്വാമി, ഗരുഡദേവൻ, അനന്തനാഗതൽപ്പം, ചന്ദ്രപീഠം, സൂര്യവാഹനം, അരയന്നം, ഗജവാഹനം, അശ്വവാഹനം എന്നിവ പകരുന്ന ഭക്തിയും കൗതുകവും അവാച്യമായ അനുഭവമാണ്. കമ്പളിപ്പല്ലക്ക്, വെള്ളിപ്പല്ലക്ക്, സിംഹാസനങ്ങൾ, സപ്താശ്വങ്ങൾ നയിക്കുന്ന തേര് തുടങ്ങിയവ ഉപാസന വഴിയിലെ അമൂല്യ ഘടകങ്ങളാണ്. വിശ്വം നമിക്കുന്ന ചുവർചിത്രകലയുടെ നേർദർശനമായി 127 പുറങ്ങളിൽ ആലേഖനം ചെയ്യപ്പെട്ട ചിത്രങ്ങൾ അനന്തനാരായണ പുരേശന്റെ നാലമ്പലത്തെ അലങ്കരിക്കുന്നു. സമ്പൂർണ്ണ രാമായണ കഥ 118 ചിത്രങ്ങളിലൂടെ അതീവ ചാരുതയോടെ വരച്ചിട്ടിട്ടുണ്ട്. തികച്ചും പ്രകൃതിജന്യമായ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പ്രതലമൊരുക്കുവാനും ഇലപ്പൊടികളും മരക്കറകളും ലോഹഭസ്മങ്ങളും ചാലിച്ച് നിറക്കൂട്ട് ചാലിക്കുവാനും ശ്രദ്ധിച്ചിരിക്കുന്നു. ഇന്നേക്ക് 170ഓളം വർഷങ്ങൾക്ക് മുമ്പ് തമിഴ് ചിത്രരചനാ സംഗീതത്തെ ആലപ്പുഴയിൽ എത്തിക്കുവാൻ പൂർവ്വസൂരികൾക്ക് കഴിഞ്ഞിരുന്നു എന്നത് അഭിമാനകരമാണ്. അനന്തനാരായണപുരത്തെ അനന്തമായ വിശേഷങ്ങൾ പകരുന്നത് ആചാര അനുഷ്ഠാനങ്ങളിൽ തെല്ലും ലോപം സംഭവിക്കാതെയുള്ള നിവർത്തനങ്ങൾ പാലിക്കുന്നതിലൂടെയാണ്. നിത്യവും നിദാനമാക്കിയ പൂജാക്രമങ്ങൾ അണുവിട തെറ്റാതെ മാതൃകാപരമായി അനുവർത്തിക്കുന്നിവിടെ. നിവേദ്യങ്ങളും യഥാസമയത്തെ ആരതികളും ഭക്തജനങ്ങൾക്ക് സായുജ്യം പകരുന്നു. നിത്യവും മധ്യാഹ്നത്തോടെ ഗോമാതാവിനെ ശ്രീലകത്തിന്റെ തിരുനടയിലെത്തിച്ച് ആദരിക്കലും നിവേദ്യങ്ങൾ സമർപ്പിക്കലും സഹജീവി സ്നേഹത്തിന്റെ നേർക്കാഴ്ചയാണ്. വൈവിധ്യമാർന്ന പൂജാക്രമങ്ങൾ, മഠാധിപന്മാർ അംഗീകരിച്ച് അനുവദിച്ച ചിട്ടകൾ എല്ലാം ഉണ്മ നഷ്ടപ്പെടാതെ പാലിക്കുന്ന കീഴ്വഴക്കമാണ് ഗൗഡസാരസ്വത ബ്രാഹ്മണർക്കുള്ളത്. ഗൗഡസാരസ്വത ക്ഷേത്രങ്ങളിൽ ഉപാസനകൾക്കായി കാണാറുള്ള പെരുമ്പറകൾ, ശുഭോദർക്കമായ നാദം, ദിക്കങ്ങം മുഴക്കുന്ന ഭീമാകാരന്മാരായ ഓട്ടുമണികൾ, വൃത്തിയും ശുചിത്വവും പാലിച്ച് സംരക്ഷിക്കുന്ന ഗോശാലകൾ. അനന്തനാരായണപുരം ക്ഷേത്ര സ്ഥാപിച്ചിട്ട് 6 പതിറ്റാണ്ടുകളോളം വർഷത്തിൽ 8 ദിവസങ്ങൾ വീതമുള്ള 2 ഉത്സവങ്ങൾ ആഘോഷിച്ചു വന്നിരുന്നു. വെങ്കടാചലപതി സങ്കല്പത്തിലുള്ള 2 ഉത്സവങ്ങൾക്ക് പുറമെ ശ്രീ നരസിംഹ ജയന്തി ദിനത്തിൽ ആറാട്ട് സമർപ്പിക്കും വിധത്തിൽ 5 ദിവസം കൊണ്ടാടുന്ന ശ്രീ നരസിംഹ ജയന്തി മഹോത്സവം ആരംഭിച്ചിട്ട് 113 വർഷങ്ങൾ പിന്നിടുന്നു. ഓരോ ഉത്സവങ്ങളോടും ഒപ്പമുള്ള ദിഗ്വിജയ ആഘോഷങ്ങൾ
ദീപാലങ്കാര പ്രഭയിൽ വാദ്യഘോഷങ്ങളോടെ ദേവന്റെയും ദേവിയുടെയും സാന്നിധ്യം ഏൻപുരം ഗ്രാമത്തിന്റെ സമ്പൂർണ്ണ അംശങ്ങളിലെത്തുന്ന സന്ദർഭമായി മാറും. ഭക്തന് നേരിട്ട് പല്ലക്ക് തിരുമുൻപിൽ നാളികേരം സമർപ്പിച്ച് ആരാധിക്കുവാനുള്ള അവസരമായി മാറുന്നു ദിഗ്വിജയ ആഘോഷങ്ങൾ. ദേവന്മാരും രാജാക്കന്മാരും അനുവർത്തിച്ചു വന്ന നായാട്ടിന്റെ സ്മൃതികൾ ഉണർത്തുന്ന പള്ളിവേട്ട, ദേവൻ അശ്വവാഹനത്തിൽ എഴുന്നള്ളി പ്രതീകാത്മകമായി നായാട്ട് നടത്തി ആഘോഷപൂർവ്വം ഗജരാജനിലേറി മടങ്ങുന്ന കാഴ്ചകൾ, ഇവയൊക്കെ പള്ളിവേട്ട ദിന പ്രത്യേകതകളാണ്. ഉത്സവ ദിനങ്ങളിലെ പതിവ് ശീവേലികൾ ഒരിക്കൽ പോലും കരിവീര സാന്നിധ്യ ഒഴിവായി നടന്നിട്ടില്ല. ആറാട്ട് ദിനത്തിലെ തായമ്പകയും വിശ്രുത കലാകാരന്മാർ പങ്കെടുക്കുന്ന വാദ്യമേളങ്ങളും ആസ്വാദകർക്ക് കാഴ്ചയും കേൾവിയും സമ്പന്നമാക്കുന്ന ലയവാദന വിരുന്നാണ്. ദക്ഷിണേന്ത്യയിലെ പുകൾപ്പെട്ട തമിൽ നാദസ്വര പ്രതിഭകളുടെ സാന്നിധ്യം ഓരോ ഉത്സവങ്ങളിലെയും നാദസമൃദ്ധിയാണ്. വാദ്യമേളങ്ങൾ ഒരുങ്ങുമ്പോൾ ആസ്വാദക നിരയുടെ വൈബല്യം ഓരോ വർഷവും ഏറിക്കൊണ്ടേയിരിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രഗത്ഭരായ സംഗീതജ്ഞർ, ഗായകർ, നർത്തന പ്രതിഭകൾ എന്നിവർ ദേവന്റെ തിരുമുൻപിൽ അവതരിപ്പിക്കുന്ന നാദരാഗലയ സംഗമവും ഭാവരാഗ താള സംഗമവും നൂറുകണക്ക് കലാഹൃദയരെ ആസ്വാദകരാക്കാറുണ്ട്. നാടിന്റെ നാനാഭാഗത്തു നിന്നും ഗൗഡസാരസ്വർ സമ്മേളിക്കുന്ന ജനസഞ്ചയമായി ഓരോ ആറാട്ട് മഹോത്സവങ്ങളും മാറാറുണ്ട്. സമാപന ദിവസത്തെ പ്രഭാത ശീവേലി കഴിഞ്ഞ് ഗജരാജന്റെ അകമ്പടിയോടെ ക്ഷേത്ര തിരുനടയിൽ ഭക്തജനങ്ങൾ ഒരുക്കുന്ന ലയവാദന സമർപ്പണം ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. നാസിക് ധോലിന്റെയും ലയവാദന ചതുരതയുടെയും താളക്രമങ്ങളിൽ മതിമറന്ന കൈമേയി ചലനങ്ങളിലൂടെ തികച്ചും അഭിരമിക്കുന്ന യുവതലമുറ വർത്തമാനകാല ഉത്സവ കാഴ്ചകളിൽ പതിവാണ്. മാതൃകാപരമായ സമാരാധന കേവലം നിവേദ്യം പങ്കിടൽ മാത്രമായി വിലയിരുത്താനാവില്ല. സമഭാവനയുടെ സീമകൾ സൃഷ്ടിച്ച് സ്ത്രീ പുരുഷ ഭേദമന്യേ തികഞ്ഞ അച്ചടക്കത്തോടെ പന്തിഭോജനം മാതൃകാപരമായി നടത്താനാകും എന്ന് ഈ ഉത്സവ സദ്യകൾ തെളിയിക്കുന്നു. ഹോളി ദിവസങ്ങളിലെ മഞ്ഞക്കുളി സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്ന ആമോദ സംഗമമായി മാറാറുണ്ട്. ജാതി വ്യതിയാനങ്ങളില്ലാതെ ഏവർക്കും ആരോഗ്യകരമായ സ്വാസ്ഥ്യം ലഭിക്കട്ടെ എന്ന സന്ദേശമാണ് ഉക്കുളി എന്ന സമൂഹക്കുളി പകരുന്നത്. നന്മയുടെ ഉറപ്പിക്കൽ എന്ന സങ്കല്പവും ഇതിലൂടെ സാർത്ഥകമാകുന്നു.
ദീപാവലി ദിവസങ്ങളിൽ പഞ്ചീര് അഥവാ ആകാശവിളക്കുയർത്തി ഭവനങ്ങളും ക്ഷേത്രസങ്കേതവും നാടിന് നന്മകൾ ആശംസിക്കുകയാണ്. ജലമാർഗ സഞ്ചാരം സുഗമമായിരുന്ന കാലത്ത് വായ്ക്കപ്പലുകളിൽ പ്രയാണം ചെയ്ത് സുരക്ഷാ കേന്ദ്രങ്ങൾ തേടിയ പൂർവ്വസൂരികളായ ഗൗഡസാരസ്വതർ ഏറെയും തീരമണിഞ്ഞത് കേരളത്തിലെ പടിഞ്ഞാറൻ പട്ടണങ്ങളിലായിരുന്നു. പുറക്കാട്, കൊച്ചി, ചെറായി, കൊടുങ്ങല്ലൂർ, ആലപ്പുഴ, കായംകുളം, തുറവൂർ തുടങ്ങിയ തീരദേശങ്ങളിൽ പ്രാരംഭകാല ജീവിതക്രമങ്ങൾക്ക് തുടക്കമായി. അനുവർത്തിച്ചു വന്ന ജീവിതശൈലികൾ ലോപം സംഭവിക്കാതെ കാത്തുപോകുന്ന ജീവിതരേഖയാണ് ഗൗഡസാരസ്വതർ പാലിച്ചത്. തങ്ങളുടെ ക്ഷേത്രയാചാരങ്ങൾ, ഭക്ഷണക്രമങ്ങൾ, ഭാഷാപ്രയോഗം, സാമൂഹ്യമായ ഇടപെടലുകൾ എന്നിവയിലെല്ലാം തനത് ശൈലികൾ തുടർന്നു വന്നു. വാഹനപൂജകളിൽ വ്യത്യസ്തത പുലർത്തുന്ന നിരവധി രഥങ്ങൾ പ്രാദേശികമായി ഓരോ ക്ഷേത്രങ്ങളിലും ഉപയോഗിച്ചു വരുന്നുണ്ട്. ദശാബ്ദങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് എഞ്ചിനീയർ രൂപകൽപ്പന ചെയ്ത റെയിലിലൂടെയാണ് ചെറായി ക്ഷേത്രത്തിലെ വാഹനപൂജ പ്രദക്ഷിണം വയ്ക്കുന്നത്. ഭക്തജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഈ അനുഷ്ഠാനങ്ങളിലെല്ലാം നിലകൊള്ളുന്നു. ശ്രീകോവിലുകൾ, പൂജാക്രമങ്ങൾ എന്നിവയിൽ പാരമ്പര്യ തനിമ കെടാതെ സൂക്ഷിക്കുന്നതിൽ തലമുറകൾ ശ്രദ്ധ കാണിക്കുന്നു. സമാനതകൾ ദർശിക്കാനാവുന്ന ചിട്ടകൾ ദേശവ്യത്യാസമില്ലാതെ കാണാനാവുന്നതും ശ്രദ്ധേയമാണ്. വാരണാസിയിലെ കാശിമഠ് സംസ്ഥാനത്ത് കാണുന്ന രീതികൾ കേരളത്തിലും പൂജാവേളകളിൽ ദർശിക്കാനാവും. ಸಕ್ಕಡ ಸ್ವಾಮಿಯನ್ನು ಪೂಜೆಗೆಲ್ಲ ಯಾದವೇಂದ್ರ ಸ್ವಾಮಿ ಗುಣಾಚಾರ್ಯ ಸ್ವಾಮಿಯನ್ನು ಪೂಜೆಗೆಲ್ಲ 21 ಸ್ವಾಮಿಯನ್ನು ಪೂಜೆಗೆಲ್ಲ ಸಲ್ಮೋಟೆ ಫಸ್ಟ್ ಸ್ವಾಮಿ ಯಾದವೇಂದ್ರ ಸ್ವಾಮಿನನ್ನಿ. ഭക്ഷണക്രമങ്ങൾ തികച്ചും ജൈവ രീതികളിൽ പരമ്പരകളായി അനുവർത്തിച്ചു വരുന്നത് ഇന്നും തുടരുന്ന പ്രത്യേകത ഗൗഡസാരസ്വത ഭവനങ്ങളിലെ വിശേഷമാണ്. ഇതര സമൂഹങ്ങളെയും തങ്ങളുടെ തനത് വിഭവങ്ങൾ പരിചയപ്പെടുത്തുവാനും പങ്കിടുവാനും പുതിയ തലമുറ ശ്രദ്ധ പതിപ്പിക്കുന്നു. ഭക്ഷ്യമേളകളും പാചക മത്സരങ്ങളും വഴി ഹിട്ടുവും പത്രോടയും റൊണ്ടോസും ഇന്ന് ഭക്ഷണമേശകളിൽ പരിചിതരാണ്. മണ്ടോ, ഘാരി, അമ്പാട്ട്, ഗശി, തോയ്, വൽവൽ, എൽച്ചിക്കേരി, ഉമ്മാൺ, ഇട്ടു എന്നൊക്കെ കേൾക്കുമ്പോൾ കൗതുകം ഏറും. ഈ കൗതുകങ്ങളും വിശേഷങ്ങളും സൗഹൃദങ്ങളിലേക്കും പകരുന്ന കൂട്ടായ്മകളായി രുചിലയം പോലെയുള്ള സംഗമങ്ങൾ ശ്രദ്ധ പതിപ്പിക്കുന്നു. ಉತ್ಕಡ ಪರ್ಮಾನ್ ಚಲ್ಲೆಲೆ ಪನ್ನ ಪತ್ರ ಓಡೋ ಜಾಯ್ವೆ ಹೊಲ್ಲೆ ಪನ್ನಾನ್ ತಪ್ಪುನು ಕೆಲ್ಲೋಲ್ ಹಿಟ್ಟು ಜಾಯ್ವೆ ಹೊಲ್ಲೆ ಪನ್ನಾನ್ ತಪ್ಪುನು ಕೆಲ್ಲೋಲ್ ಹಿಟ್ಟು ಜಾಯ್ವೆ ಉಡ್ದಾ ಪಿಟ್ಟ ಬಟ್ಟುನು ಕೆಲ್ಲೆಲ್ ಉಡ್ದಾ ಪೆಲಗಿ ಉಡ್ದಾ ಪಿಟ್ಟ ಬಟ್ಟುನು ಕೆಲ್ಲೆಲ್ ಉಡ್ದಾ ಪೆಲಗಿ ತಿಕ್ಸಿ ಮಿಡ್ಸಿ ಸುರ್ನ ಗಡ್ಗೆ ಜಾಯ್ವೆ ಜಾಯ್ವೆ ಯಾಯ್ ಯಾರೆ ಖಯ್ಯಾಯ್ ಅಮ್ಗೆಲೆ ಖಾನ Ey yare khayay, ey yare khayay, am gele khana.